നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 ആണ്ട് കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, 4, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം നിങ്ങൾക്ക് 9-ലും 10-ാം ഭാവത്തിലും, ശനി 5-ലും 6-ലും, രാഹു 4-ലും 3-ലും ഒക്കെയാണ് ഈ 1202 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെ ഗോചരം ചെയ്യുന്നത്. പരീക്ഷാദികളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. കർമ്മത്തിലെ പുരോഗതി ഉണ്ടാകാം. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സന്താന യോഗത്തിന് ഭാഗ്യമുണ്ട്. പുണ്യക്ഷേത്ര ദർശനമൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. ജലസംസർഗം, അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനമൊക്കെ കൊണ്ട് നിങ്ങളുടെ മനസ്സിനുമൊക്കെ വളരെ ഒരു ഒരു എനർജിയൊക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. വസ്തുവോ വീടോ വാഹനമൊക്കെ വാങ്ങാനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട്. തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കാനും സഞ്ചാരപ്രിയവും പരിശ്രമത്തിലൂടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനൊക്കെ കഴിയും. തൊഴിലന്വേഷകർക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. കുടുംബത്തിലെ സമാധാനം നിലനിർത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സമാധാനം, വ്യക്തി ജീവിതത്തിലും സമാധാനം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വൃശ്ചികം രാശിക്കാർക്ക്. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാമെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ആശ്രയ സ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ലഭിക്കാൻ തടസ്സമൊക്കെ നേരിടുന്നുണ്ട്. വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ ലഭ്യമാകുന്ന യോഗം കാണുന്നുണ്ട്. ദൈവഭക്തി, ഗുരുഭക്തി ഇവയൊക്കെ വർദ്ധിക്കാം. അതുപോലെ തന്നെ ഗുരുജന വിയോഗം, ഇഷ്ടജന വിയോഗം ഒക്കെ വന്നു ചേരുന്നുണ്ട്. പല അനർത്ഥങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും മൂലം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. വാഹന ഉപയോഗം സൂക്ഷിച്ചുപയോഗിക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നല്ല ഒരു കാലം തന്നെയായിരിക്കും വന്നു ചേരുന്നത് വൃശ്ചികം രാശിക്കാർക്ക്.